ഇന്ന് നമുക്ക് ഷോൾഡർ ഡിസ്ട്രക്ഷയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഷോൾഡർ ഡിസ്ട്രക്ഷൻ? അപ്പോൾ നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് കുട്ടിയുടെ തല വന്നിട്ട് നമ്മുടെ ഷോൾഡർ ഡെലിവറി ആകാനുള്ള ബുദ്ധിമുട്ടിനാണ് നമ്മൾ ഷോൾഡർ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ ഷോൾഡർ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ഗൈനക്കോളജിമാരുടെ ഒരു നൈറ്റ് മെയർ ആണ്. ഇതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പല രീതിയിലുള്ള മെത്തേഡ്സും മാനുവേഴ്സൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് ബേബിയുടെ ഡെലിവറി ആക്കാൻ പറ്റും. കുറേ മെത്തേഡ്സ് ഉണ്ട്, മാക്രോബോട്ട്സ് മാനുവർ, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഈ മെത്തേഡ്സൊക്കെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ബേബിയുടെ ഷോൾഡർ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കഴുത്തിൻ്റെയും ഈ നെക്കിൻ്റെയും വശത്തുള്ള ചില നേഴ്വ്സ് ഉണ്ട്. ആ നേഴ്വ്സിന് ചിലപ്പോൾ ഡാമേജ് ഉണ്ടാകും. ഈ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ബേബി ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ ശേഷം ബേബി ചിലപ്പോൾ കൈ പൊക്കത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഫിസിയോതെറാപ്പിയിലേക്കൂടെയൊക്കെ ഇത് പതുക്കെ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ചില അവസരങ്ങളിലൊക്കെ ചിലപ്പം 1-2 മാസം ഇമ്പ്രൂവ് ചെയ്താൽ ചിലപ്പം ഇതിലെ സർജറികളൊക്കെ വേണ്ടി വരും. അപ്പം ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഷോൾഡർ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്? അപ്പം നമ്മൾ ഒരു അവസാന സമയത്തേക്കും നമ്മൾ ചെക്കപ്പിൻ്റെ സമയത്ത് നമുക്ക് എക്സ്പെക്റ്റഡ് വെയിറ്റ് ഒരു മോർ ദാൻ ഒരു 3.8 അല്ലെങ്കിൽ 4 kg കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള ബേബീസിനൊക്കെ ഈ ഷോൾഡർ ഡിസ്ട്രക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റീസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, പിന്നെ ഒബീസിറ്റി, പിന്നെ നമുക്ക് പ്രീവിയസ് ഡെലിവറിയിലൊക്കെ ഷോൾഡർ ഡിസ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബേബീസിനൊക്കെ ഷോൾഡർ ഡിസ്ട്രക്ഷൻ അടുത്ത പ്രഗ്നൻസിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതൊരു ആൻറ്റിസിപ്പേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. ചില കേസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യണം. പക്ഷേ നമ്മളൊരു പ്രഗ്നൻസി നോക്കുകയാണെങ്കിൽ ബേബിക്ക് ഒത്തിരി സൈസൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അവരെ ആൾക്കാരുടെയെങ്കിലും ഒരു സംഭവം ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അത് ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഇത് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചില സമയങ്ങളിൽ ടാക്കിൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചില അവസരങ്ങളിൽ നിങ്ങളും ഇതുപോലത്തെ കേസുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഷോൾഡർ ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. വേറെ സ്ഥലത്തായിരുന്നു ഡെലിവറി. ഇത്തോടെ അവർ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വന്നായിരുന്നു. പക്ഷേ ഞാൻ അവരൊരു കാര്യം ചെയ്തു, നമ്മൾ സ്കാൻ ചെയ്ത് വെയിറ്റൊക്കെ നോക്കി അവരുടെ എക്സ്പെക്റ്റഡ് ഡേറ്റിൻ്റെ ഡെലിവറിക്ക് ഒരു 2 ആഴ്ച നമ്മൾ പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് അവരെ ഡെലിവറി ആക്കി. പക്ഷേ ഷോൾഡർ ഡിസ്ട്രക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കും പല അവസരങ്ങളിലൊക്കെ ഷോൾഡർ ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എൻറ്റിറ്റി ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.